ഭയങ്കര എക്സൈറ്റഡ് ആണ്. കൂടുതൽ ബാക്കി വിശേഷങ്ങൾ മിസ്റ്റർ അഭിലാഷ് പിള്ള പറയുന്നതായിരിക്കും. ഇല്ല, അത് തന്നെയല്ല, ഭയങ്കര സന്തോഷത്തിലാണ്, അതുപോലെ ടെൻഷനുമാണ്. കാരണം വലിയ സിനിമയാണ്. ഇപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് വലിയ സന്തോഷം. ഫാമിലി ഓഡിയൻസ് കൂടുതൽ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഓഡിയൻസ് വരാൻ പോകുന്നേ ഉള്ളൂ, ഫാമിലി അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട്. അപ്പം എന്തായാലും ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഫീഡ്ബാക്സും റെസ്പോൺസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിവ്യൂസും ഒക്കെ ഒരുപാട് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ താങ്ക് യു മീഡിയ, നിങ്ങൾ രാവിലെ മുതൽ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞ സിനിമയ്ക്ക് തന്ന പോലെ തന്നെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഇതിനും തരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ മീഡിയ സുഹൃത്തുക്കളോടും നന്ദി പറയുകയാണ്. ഒപ്പം സിനിമയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. താങ്ക് യു. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം രാവിലെ തൊട്ട് ഇന്ന് 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി ഞാനാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരു പടം ഇറക്കുമ്പോൾ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യണം. പ്ലസ് ഇതിപ്പോൾ മാളികപ്പുറം 2ാമത്തെ പടം ടീമിൻ്റെ ആണെങ്കിലും എന്നെ വെച്ച് ആ പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ കാര്യം. കാരണം ഇത് എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നീ ഒന്നും വിചാരിക്കണ്ട, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഏറ്റ്. അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ട് കട്ടയ്ക്ക് കൂടെ നിന്ന് ചെയ്തൊരു പരിപാടിയാണ് ഈ സുമതി വളവ്. അപ്പോൾ അതിപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് വിളിച്ച് വളരെയധികം സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാവരും സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇനിയും ആൾക്കാർ ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട ആ ഒരു നമ്മൾ തന്നേക്കുന്ന സിനിമ ഏത് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചാൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ റിവ്യൂസ് പ്രോപ്പർലി ജെനുവിൻലി നമ്മൾ അറിയിക്കണം. അതെ, അത്ര പറയാനുള്ളത് അറിഞ്ഞില്ല. നമസ്കാരം. ഈ പറഞ്ഞ പോലെ താങ്ക് യു. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഒരു ഭയങ്കര പ്രസൻസ് ഉണ്ടായി നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്യുന്നതിന്. താങ്ക് യു സോ മച്ച്. സുമതി വളവിൽ ഞാൻ ചെയ്ത വേഷം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു കോമഡി വേഷമാണ്. അത് നല്ല രീതിയിൽ എഴുതി തരികയും എടുക്കുകയും ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് അഭിലാഷ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഹൊറർ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹൊറർ ഫിലിം ആണെന്നുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ അതല്ല. ഇതിൽ വേറെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 2 കുടുംബങ്ങളുടെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു നല്ലൊരു ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു നല്ലൊരു എൻ്റർടൈനറിൻ്റെ ഭാഗമാകും തന്നെയാണ്. നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. സിനിമ കണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നു, നല്ല റിവ്യൂസ് കിട്ടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പണി എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം വാറൻ ഡേവിക്ക് ശേഷം ഞാൻ ചെയ്ത കഥാപാത്രമാണ് SI ബെഞ്ചമിൻ. ഞാൻ സിനിമ കണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. കാരണം അതിൻ്റെ എക്സ്പീരിയൻസ്, സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പടം കാണണം. നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടോ ഇവിടെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സോറി. എനിവേ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസ് ഷെയർ ചെയ്യുക. താങ്ക് യു. സോറി, ഞങ്ങളുടെ DOP ആണ്, ഇദ്ദേഹമാണ് വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശങ്കർ സർ, വൺ സെക്കൻഡ്. Good evening all. Sumati Valav is a complete family entertainment with horror element. So movie came out very well. Please do watch and support us. Thank you so much. ബാലു വർഗീസ് ഇതിനകത്ത് ഒരു മുഴുനീള റോളാണ് ചെയ്തിരിക്കുന്നത്. ശ്രീ ബാലു വർഗീസ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ. ഹലോ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ഈ ഒരു പരിപാടിയിൽ എല്ലാവരും വന്നതിൽ. സിനിമയെ പറ്റി ശരിക്കും നല്ലൊരു പേടി ഉണ്ടായിരുന്നു പടത്തിന്. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകുമ്പോൾ സാധാരണ ഒരു പടത്തിന് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ പേടി ഉണ്ടായിരുന്നു. കാര്യം ഈ ഹൊററും കോമഡിയും ഇങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ ശരിക്കും തിയേറ്ററിൽ വന്ന ആൾക്കാരോട് കണ്ടാൽ മാത്രമേ നമുക്ക്
കൃത്യമായിട്ടുള്ള ഇത് ഏറ്റിട്ടുണ്ടോ, നമ്മൾ എറിഞ്ഞത് അവിടെ കൊണ്ടിട്ടുണ്ടോ എന്ന് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കൊണ്ടു നല്ല രീതിയിൽ രസമായിട്ട് ആൾക്കാർക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. സോ ഇത് കണ്ടവരെന്നാലും ബാക്കി വേറെ ആൾക്കാരടുത്ത് പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രോപ്പർ ഹൊറർ പടം അത് മാത്രമല്ല, ഇതൊരു നല്ല രസമുള്ള ലവ് സ്റ്റോറിയാണ്. നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ബാക്കിയുള്ളടുത്ത് പറയുക. നല്ല രസമുള്ള ലവ് സ്റ്റോറി, പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു ഹൊറർ ബാക്ക്ഗ്രൗണ്ടിലൂടെ പറഞ്ഞു പോകുന്ന ഒരു രസമുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് ബാക്കിയുള്ളടുത്ത് അഭിപ്രായം പറയാം. താങ്ക് യു. എല്ലാ കുട്ടികൾക്കും ഫാമിലിക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ഹൊറർ പടം കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു ഫുൾ ഹൊറർ മാത്രമുള്ളൊരു മൂവിയല്ല. കാരണം എല്ലാ എലമെൻസും ഉണ്ട്. നമുക്ക് ചിരിക്കാൻ പറ്റുന്നതാണ്, നമുക്ക് ഒരു എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാർക്കും അതുപോലെ തന്നെ അമ്മൂമ്മമാർക്കും ആൻറ്റിമാർക്കും എല്ലാവർക്കും വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ മൂവിക്ക് ഉണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പോൾ റിപ്പോർട്ട് വന്നതനുസരിച്ച് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്നാണ്. എന്നെയും ശ്രീപത്തിൻ്റെയും ഈ ഒരു കോംബോ വാളയപ്പുറത്തിന് ശേഷം പിന്നെയും ഈ സിനിമയിൽ വേറൊരു രീതിയിലാണ് വരുന്നത്. അപ്പം അത് എല്ലാവർക്കും ഇഷ്ടമാകുന്നത് എന്തായാലും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി ശ്രീപത്തിന് കൊടുക്കാം. സോ ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കുറേ നാള് 1-2 മാസം തന്നെ കഷ്ടപ്പെട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു, അത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മുടെ മൂവി വിജയിച്ചു മാത്രമല്ല, എല്ലാവരും ഇതുവരെ മൂവി കണ്ട ഓഡിയൻസൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മീഡിയ ചേട്ടന്മാരായാലും അതുപോലെ ഓഡിയൻസ് ആയാലും എല്ലാവരും മാളികപ്പുറം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. മാളികപ്പുറം ടീമിൻ്റെ തന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സെക്കൻഡ് മൂവിയാണ്. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാനും അഭിലാഷും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന 6ാമത്തെ സിനിമയാണിത്. വിഷ്ണുവിൻ്റെ 100 കോടി 150 കോടി സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് സുമതികളോടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക് എലമെൻറ്റും പ്രഷറും ടെൻഷൻസും ആകുലതകളൊക്കെ നേരിടേണ്ടി വന്നൊരു സിനിമ കൂടിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും പാട്ടുകൾ ചെയ്യുമ്പോഴും എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഒരുപാട് ചിന്തകളിലൂടെ പോയി അച്ചീവ് ചെയ്ത സിനിമയാണ്. പക്ഷെ അത് കണ്ട എല്ലാവരുടെയും ഉച്ചക്ക് തൊട്ടുള്ള കോളുകളിൽ നിന്നും തുരുതുരാന്നുള്ള കോളുകളിൽ നിന്നും വളരെയധികം എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. നിങ്ങൾ എല്ലാവരോടും ആദ്യം താങ്ക്സ് പറയുന്നു. കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സുമതികളവ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളോടാണ് അതിന് നന്ദി പറയേണ്ടത്. അപ്പോൾ സിനിമ കണ്ട എനിക്ക് വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഉച്ചക്ക് തൊട്ട് കാരണം ഈ റിവ്യൂസ് എന്നല്ല സുമതി വളവിൻ്റെ റെസ്പോൺസ് എനിക്ക് കിട്ടിയത്. എനിക്ക് വരുന്ന പേഴ്സണൽ കോൾസ് എന്നാണ്. ഞാൻ സുമതി വളവിൻ്റെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിയ റേഞ്ച് എത്ര മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് പേഴ്സണലി കിട്ടിയ കോൾസ് എന്നാണ്. അത് മാളികപ്പുറത്തിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ജോസഫിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കോൾസ് കിട്ടിയ സിനിമ സുമതി വളവാണ് ഉച്ചക്ക് തൊട്ട് നോക്കുകയാണെങ്കിൽ. എനിക്ക് എല്ലാവരോടും വളരെയധികം നന്ദി. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവരുടെ കൂടെ 2ാമത്തെ പടം ഇപ്പോൾ ചെയ്യുന്ന അനന്ത് ശ്രീബാല ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അഭിയേട്ടൻ പറഞ്ഞതാണിത്. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായ ഒരു സ്റ്റോറിയാണ്. ആൻഡ് വിഷ്ണു ചേട്ടൻ മാളികപ്പുറം കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ്. ഇത്രയും വലിയൊരു പടം എടുത്തിട്ട് നെക്സ്റ്റ് അതിലൊരു ലീഡ് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പടം കണ്ടതിൽ. ആൻഡ് ഇനി നിങ്ങൾ കണ്ട് ബാക്കി എല്ലാവരും കണ്ട് അതിൻ്റെ റിവ്യൂ പറയുമ്പോൾ കൂടുതൽ ഹാപ്പി ആവും. സോ കീപ് സപ്പോർട്ടിങ് us. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന്. കാരണം പടത്തിൻ്റെ റിലീസിന് മുന്നേ ഇപ്പോഴും ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, പടം കാണുക. കണ്ടിട്ടുള്ള ആൾക്കാർ പടം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ബൈ മൗത്ത് നമ്മൾ പറയില്ല, അതാണ് മൗത്ത് പബ്ലിസിറ്റിയാണ് പടത്തിന് ഏറ്റവും അധികം വേണ്ടത്.
പോയി ഫാമിലിയായിട്ട് കാണാനായിട്ട് ഫ്രണ്ട്സിനോടും ഫാമിലിയുടെ അടുത്തും എല്ലായിടത്തും പറയാം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു. Hello. First of all, thank you all for coming here and throughout ഇത്രയും സപ്പോർട്ട് തന്നതിന് താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെൻ്റാണ്, ആഗ്രഹിച്ചൊരു മൊമെൻ്റാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷോ കാണാൻ ടീമിൻ്റെ ഒപ്പം പോകുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം ടെൻഷനും ഉണ്ടായിരുന്നു. ആൻഡ് സോ ഹാപ്പി that it happened. And നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ആൻഡ് പോകുമ്പോൾ പറ്റുന്നതും ഫാമിലി ആയിട്ട് പോകാൻ നോക്കുക. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം നമ്മുടെ സിനിമേൻ്റെ ലോഞ്ചിൻ്റെ അന്ന് തൊട്ട് ഞാൻ എവിടെ എന്തെങ്കിലും പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറ് സുമതി വളവിൻ്റെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം തൊട്ട് ഈ ഒരു സപ്പോർട്ടുണ്ട്. ഈവൻ റിലീസിന് മുന്നേ ഉള്ള പ്രൊമോഷൻസിനാണെങ്കിലും ഇന്ന് ഫസ്റ്റ് ഡേ കാണാൻ പോയപ്പോഴാണെങ്കിലും ഒക്കെ ഈ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് ഉണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് എന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതും അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, ഇത്ര വലിയൊരു ടീമിനൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. പിന്നെ ഞാനും ഒരുപാട് ഈ സിനിമ എൻജോയ് ചെയ്തു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കാണുന്നില്ല. ബട്ട് മൂവി ഇന്ന് പോയി തിയേറ്ററിൽ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എല്ലാം എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവരവരുടെ പാർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി ചിരിച്ച് സന്തോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരിക്കലും ഹൊറർ ഇങ്ങനെ ഫുൾ ത്രൂ ഔട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് കാണുന്ന സിനിമയൊന്നുമല്ല. കുട്ടികൾക്കാണെങ്കിലും ഒരു സീൻ കണ്ട് കുറച്ച് ടെൻഷനായാൽ പോലും അടുത്ത സീനിൽ ചിരിക്കാനുള്ളതും ഒക്കെ ആയിട്ട്, പിന്നെ റൊമാൻസും, അങ്ങനെ എല്ലാ ഇമോഷൻസും വരുന്നൊരു എൻ്റർടൈനർ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു സോ മച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. ഇതിൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഇതിൽ ഗോകുൽ ചേട്ടൻ്റെ പേരായിട്ട് ചെയ്യാൻ പറ്റിയതും ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ്. നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ത്രൂ ഔട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ അത് കാണുന്നത് നിങ്ങളുടെ എല്ലാം ഇരിക്കുന്ന ഫോൺ iPhone 16 Plus, iPhone 15, സാംസങ് ഗാലക്സി S20 തിയേറ്റർ, അങ്ങനെ പലതരം ഫോണുണ്ട്. 2020 iPhone 6s തുടങ്ങിയ കാലഘട്ടമാണ് എൻ്റെ. അതായത് അന്നത്തെ സമയത്ത് ടിക്ടോക്ക് എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ വന്നത്. അന്ന് വന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് ചക്കപ്പഴം എന്നൊരു ടെലി പരിപാടിയിലൂടെ ഞാൻ കുറച്ച് കയറി വന്നു. അതിനുശേഷം ചെയ്ത പടമാണ് തീപ്പെരിപ്പിന്നി. അതിൻ്റെ നായകൻ അർജുന അശോകനാണ്. അതിനുശേഷം വന്ന പടം തലവര എന്ന പടമാണ്. അതിനുശേഷം ആ പടത്തിന് നായകൻ അർജുന അശോകനാണ്. അതിനുശേഷം വന്ന പടമാണ് സുമതി വളവ്. അതിൽ നായകൻ അർജുന അശോകനാണ്. ഒരിക്കലും മാറ്റി പിടിക്കാൻ താല്പര്യമൊന്നുമില്ല. എന്തായാലും 10-100 പടങ്ങളോട് ചെയ്യാൻ വരടയല്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ വന്നിട്ട് ഇത്രയും വലിയ മീഡിയ കാണുന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാനൊരു ലഘു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയാണ്. സുമതി വളർന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് വാൽച്ചേട്ടനെ. ഞാൻ സിനിമയെ ഹണിബിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫാനായ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, മിങ്കിളായി. ഇപ്പം ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഒരാളാണ് വാൽച്ചേട്ടൻ. അതെൻ്റെ ഒരു വലിയ കാര്യം തന്നെയാണ്. സിദ്ധാർത്ഥ ചേട്ടൻ, ബോബി ചേട്ടൻ, എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഈ സിനിമ കിട്ടിയത്. ഭയങ്കര ഇമോഷനാണ് ഞാൻ. പക്ഷേ വളരെ സാധാരണ രീതിയിൽ വന്നുകൊണ്ട് എനിക്ക് ഒന്നും പറയില്ല. എനിക്ക് കിട്ടിയ നന്ദിയുണ്ട്. അതല്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കാണാൻ പറ്റി, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ സിനിമ നമുക്ക് വലുതാണ്. അതുകൊണ്ട് എല്ലാവരും സിനിമ എല്ലായിടത്തും ഷെയർ ചെയ്യുക. കുറേ കഷ്ടപ്പെട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ ചെയ്ത പരിപാടിയാണ്. അഭിലാഷ് ചേട്ടൻ, വിഷു ചേട്ടൻ, അഭിലാഷ് ചേട്ടനെ പരിചയപ്പെട്ട അഭിലാഷ് പറഞ്ഞാൽ റാഫി ഇത് ചെറിയൊരു പരിപാടിയാണ്, ഓക്കെ ശരി ചേട്ടാ, ഓക്കെ ചെയ്യാം.
വീണ്ടും ഇത് വളർത്തി പുള്ളിക്കാരൻ എനിക്കൊരു സ്റ്റേജ് ഉണ്ടാക്കി തന്നു. ചേട്ടൻ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തു. ശിവ, നിങ്ങൾ സിനിമ ആണോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വളർന്നു വന്ന രീതിയിലാണ് ശിവയും വരുന്നത്. എനിക്കിത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ് ശിവ. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഇവനെയും സപ്പോർട്ട് ചെയ്യണം, ഇവനും വളരണം, എല്ലാ ആൾക്കാരും വളരണം. സിനിമ നിങ്ങൾ വളർത്തണം. നിങ്ങളെല്ലാവരും കാണണം. എല്ലാവർക്കും എല്ലാം അടിപൊളിയാവട്ടെ. അല്ലേ? സത്യം പറഞ്ഞാൽ ഒന്നും പറയില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് ഇത്ര നല്ല റെസ്പോൺസ് കിട്ടിയിട്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അർജുൻ്റെ കൂടെ ഇപ്പം ആനന്ദ് ശ്രീബാല കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് സുമതിയുള്ളത്. അപ്പം അർജുൻ്റെ കൂടെ തന്നെ ഇത്രയും ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു അതിയായ സന്തോഷമുണ്ട്. അർജുൻ്റെ ഒപ്പം ബാലുചേട്ടൻ, സിദ്ധാർത്ഥേട്ടൻ, ബോബിച്ചേട്ടൻ, അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ അതിയായ സന്തോഷമുണ്ട്. പിന്നെ മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടനും ഈ ഒരു കോംബോയിൻ്റെ അടുത്ത സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നതിലുള്ള സന്തോഷം. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം. ഇത്ര നല്ല റെസ്പോൺസ് വരുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷം. സിനിമ ഇത്രയും സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിനിമ ഒരു 2 ഷോ കഴിയുമ്പം തന്നെ ഇഷ്ടംപോലെ കോളുകളും മെസ്സേജുകളും വന്ന് നിറയാണ്. എന്തായാലും നല്ല റെസ്പോൺസ് ആയിട്ടാണ് കേൾക്കുന്നത് സിനിമയെ കുറിച്ചിട്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ആ പടം ഷൂട്ട് ചെയ്തത്. അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും ഒരു ലൊക്കേഷനിൽ പോവുക എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ട്. റൂമിലിരിക്കാതെ ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ട് നമുക്ക് ഷൂട്ടില്ലെങ്കിലും ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഷൂട്ട് ചെയ്തത്. അത്ര എൻജോയ്മെൻ്റ് ആയിരുന്നു ലൊക്കേഷൻ. അപ്പം ഇന്ന് പടം കാണുന്ന സമയത്ത് ആ ഒരു എൻജോയ്മെൻറ്റ് പടത്തിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇന്നലെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് തന്നെ പടം കാണാൻ നല്ലതായിരിക്കും. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഇപ്പം അർജുൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 4ാമത്തെ പടം ഉണ്ട്. എന്താ അഭിലാഷിൻ്റെ 2ാമത്തെ പടത്തിലാണ് വിഷ്ണു വന്ന് ഫസ്റ്റ് അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ ഇവരൊക്കെ ആ ലൊക്കേഷനിൽ വന്നിട്ടാണ് പരിചയമില്ലത്. ഈ പഹേൻ്റെ പടത്തിൽ മുമ്പ് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പോയതാണ്. എനിക്ക് ചാൻസ് തരാത്ത ഒരാളാണ് ഈ പഹ. ഈ പടത്തിൽ നീയാണ് വന്നത്. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇല്ല, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ വിഷ്ണു ഞാനും ഞങ്ങളൊരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളത്. അപ്പം ഞങ്ങളൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പം ഓരോ കഥാപാത്രം ഡിസ്കസ് ചെയ്യുമ്പോഴേ ഞങ്ങൾ പറയും ഇന്ന ആൾ ചെയ്ത് നന്നായിരിക്കും. അപ്പം അതിൽ ഞാൻ ചെയ്ത ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ വിഷ്ണുവായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിടാത്ത കാര്യം ചെയ്തത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നാൽ ചേട്ടൻ ചേട്ടാ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോഴാണ് അതിനെ ഒന്നും കൂടി ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് കരുതിയത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി. പിന്നെ ഇവരുടെ ഒപ്പം ചെയ്ത് തുടങ്ങിയപ്പം പല സീക്വൻസിലേക്കും ഞങ്ങൾ റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ സന്തോഷമുണ്ട് കേട്ടോ. അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇപ്പോൾ ചെയ്തതൊന്നുമല്ല. കൂട്ടുകെട്ടിൽ ഒരു സൗഹൃദത്തിനിടയിൽ നിന്നോണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്. സിനിമ കണ്ടായിരുന്നോ? ആളുടെ അഭിനയം കണ്ട് മോശമില്ല. ഓക്കെ, പക്ഷെ ആ ഒരു ക്യാരക്ടറിന് ഇദ്ദേഹം ഓക്കെ ആയിരുന്നില്ലേ? താങ്ക് യു. നീ എന്താ ഉദ്ദേശിച്ചത്? ഇല്ല വേണ്ട, വിട്ട് അല്ല, ഈ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ കാലഘട്ടം? നമുക്ക് ഈ പടം നമ്മൾ ഈ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമുക്കൊരു റീവർക്കിൽ മെയിനായിട്ട് വന്നൊരു ഏരിയ ഈ കാലഘട്ടം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ പ്രസൻസ് ഇത് പോവാതെ കുറച്ചുകൂടി നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലും നമ്മൾ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ
ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യിക്കാനും കൂടി ഫോഴ്സ്ഫുള്ളി സ്ക്രിപ്റ്റിൽ നമുക്ക് ഇരിക്കാമെന്ന് അഭിലാഷേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ തുടരെ ഉണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും എൻ്റെ ടീമും എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടിയും ഒരു മനോഹരം തോന്നി. ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതായിരുന്നു. കാരണം പല സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ അത്രയും അവൈലബിൾ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം, പഴയ തിയേറ്റർ, പഴയ വണ്ടികൾ, പിന്നെ അവരുപയോഗിച്ച ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല വസ്തുക്കളും നമുക്കത് കണക്ട് ചെയ്യുക, അതിനെ ആ സമയത്തുള്ള ഏറ്റവും പുതുമയിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അജയ് മാങ്ങാട് നമ്മുടെ ആർട്ട് ഡയറക്ടർ അതിന് ഒരുപാട് എഫേർട്ട് എടുത്തു. മുരളി ചേട്ടൻ അതിന് നല്ലൊരു സപ്പോർട്ടും തന്നു. അതുകൊണ്ട് എന്താ പറയുക, ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ നല്ല രീതിയിൽ അത് വന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ അർജുന അശോകനുമായിട്ടുള്ള എന്താണ് അഭിനയത്തിൽ എങ്ങനെയാണ് ഇന്നലെ ഈ കോംബോ? അഭിലാഷ് ചേട്ടനോടാണ് ചോദിക്കുന്നത്. ഈ അർജുനന്റെ കോംബോ അല്ല, ഞാൻ പറയല്ലോ, ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ കൂട്ടായ്മയിലുണ്ടായ സിനിമയാണ്. സിനിമ തുടങ്ങിയതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബം പോലെയാണ്. രാവിലെ ലൊക്കേഷനിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ലൊക്കേഷൻ ഞങ്ങൾ ഇപ്പം ബാക്കിയുള്ളവരുടെ ഷൂട്ട് കഴിഞ്ഞാൽ പോലെ അവർ തിരിച്ചു പോകില്ല, ലൊക്കേഷൻ തന്നെ കാണും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നുള്ള തോന്നൽ പോലും ആർക്കില്ല. നമ്മൾ ഭയങ്കര കംഫർട്ടാണ്, നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്കെന്നല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. അർജുനെ സംബന്ധിച്ച് അവൻ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക, അങ്ങ് ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിന് മുന്നേ ഉള്ള ഡിസ്കഷനിലും അല്ലെങ്കിൽ തമാശ കുറച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് പോയി അഭിനയിക്കാൻ പോകുമ്പോൾ ഇത് പെട്ടെന്നൊരു പരിപാടി എല്ലാവർക്കും കൂടി ഒരുമിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിലെ പല സീൻസും ഞങ്ങൾ ചിലപ്പം 2-3 ദിവസം എടുക്കുമെന്ന് സീൻസ് ചിലപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും സൗഹൃദത്തിനുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചിരുന്നത്. സിദ്ധാർത്ഥിന്റെ പല കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രമുഖത്തിലാണെങ്കിൽ നിങ്ങളുമുള്ള കോമ്പിനേഷൻ ഉണ്ട്. ഇതിൽ അതൊന്നും അല്ല, നമുക്ക് ഇത് വേറൊരു കഥാപാത്രത്തിന് മൂഡ് കിട്ടും. പല രീതിക്കുള്ള താങ്കളുടെ എക്സ്പ്രഷനിൽ തന്നെ പലതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ്. ഒരു കഥാപാത്രത്തിനൊരു ചേഞ്ചിലേക്ക് വരുമ്പോൾ ഈ സുമതി വളവിലേക്ക് വന്ന് ഈ കഥ കേട്ട് കഴിയുമ്പോൾ താങ്കൾക്കാണ് ഈ കഥാപാത്രം വേറെ ആരെയും അതിനകത്ത് ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കഴിയും. താങ്കൾ എത്രമാത്രം ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു ഈ കഥാപാത്രം ഉൾക്കൊണ്ടെടുത്തത്? ഞാൻ ചെയ്തതിൻ്റെ മിക്ക ക്രെഡിറ്റും വിഷ്ണുവിനും അഭിലാഷും തന്നെ. അഭിലാഷ് എഴുതിയ ഡയലോഗുകളും എങ്ങനെ പറയേണ്ട രീതി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൽ ഹ്യൂമർ വർക്കൗട്ട് ആകാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷം. ബിക്കോസ് ഇറ്റ് ഇസ് ക്രാഫ്റ്റഡ് ദാറ്റ് വേ ഓൾസോ. സോ അതിനൊരു ഫ്ലിപ്പുള്ള ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിൽ കാണുന്നത് അല്ല സെക്കൻഡ് ഹാഫിലുള്ള പുള്ളിയുടെ രീതി. അപ്പം അത് വിഷ്ണു ഭയങ്കര അഭിമാനത്തോടു കൂടി ഉണ്ടാക്കിയത്. ചേട്ടൻ ഭയങ്കര പിടിക്കാൻ പറ്റും, ഭയങ്കര ഫ്ലിപ്പുള്ള ക്യാരക്ടർ. ഇതൊരു ക്യാരക്ടറായിട്ട് അത് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറില്ല, അങ്ങനെയാണ്. അതിലാണ് എൻ്റെ ഓൾ ക്രെഡിറ്റ്സ് ടു ഹിം. ഓഫ് കോഴ്സ് ഐ കുഡ് ഡു ഇറ്റ്. സോ താങ്ക് യു. അത് തന്നെ ഞാൻ ചോദിച്ചാൽ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലോ, അത് വിഷ്ണു എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. എങ്ങനെയാവും എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ ഭയം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഏരിയയിലല്ലല്ലോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് 100% ഡിസൈഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അത് സന്തോഷമുണ്ടായി. എൻ്റെ ഇപ്പം നിങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ എം റിയലി ഹാപ്പി. താങ്ക് യു വിഷ്ണു. മലയാളത്തിൽ ഇങ്ങനെ ഹൊറർ കോമഡി ചിത്രങ്ങൾ വളരെ കുറവാണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബോളിവുഡിലായിരിക്കും കൂടുതൽ ബുൽബുലയ്യ, ഭൂതനി, അതേപോലത്തെ സിനിമകൾ കൂടുതൽ ഒരു ഹൊററും കോമഡിയും മിക്സ് ചെയ്തിട്ടുള്ള അവിടെ വർക്കൗട്ട് ആവുകയും ചെയ്യും. പക്ഷെ മലയാളത്തിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പേടി ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ അങ്ങനെ പേടിയുണ്ടാകും. പ്രത്യേകിച്ച് സുമതി വളവ് എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ഓൾറെഡി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ. ഇല്ല, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് സക്സസ് ആകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുമതിയോടൊപ്പം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് ഇപ്പം യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടേത്. ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായി. നമ്മൾ ഒരുപാട് യക്ഷിക്കഥകൾ കേട്ടുണ്ടായി. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ സ്ത്രീ പോലത്തെ സിനിമകൾ, അതൊരു വില്ലേജ് ഹൊറർ കോമഡി സിനിമയാണ്. അതൊരുപാട് ഹിറ്റായിരിക്കുന്ന സിനിമയാണ്. മലയാളത്തിന് മുന്നേ അങ്ങനത്തെ സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്, ഈ ഹൊറർ കോമഡി സിനിമകൾ. അപ്പോൾ ഒരുപാട് നാളായി ഒരു നാടൻ യക്ഷിക്കഥ ചെയ്തിട്ട്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ്
ഞങ്ങൾ സുമതികളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് ആവണം, അല്ലെങ്കിൽ ഇത് ഒരു പക്ക പാക്കേജ് സിനിമയായിരിക്കണം. ഇതിൽ 4-5 പാട്ടുകൾ വേണം, 2 ഫൈറ്റ് വേണം, ഹ്യൂമർ വേണം, ഇമോഷൻ വേണം, അതുകൊണ്ട് ഇതിലെല്ലാം വേണം എന്ന് തീരുമാനിച്ച് തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ എല്ലാ സിനിമയും ഓരോ പരീക്ഷണമാണല്ലോ. ആ പുതിയൊരു ജോണർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ നോർമലി ഒരു ഹൊറർ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ട്. അടുത്ത സീൻ ഇങ്ങനെയായിരിക്കും, അടുത്ത ഷോട്ടിൽ ജംപ് ഷോട്ട് ആയിരിക്കും, ഇങ്ങനൊരു സാധനം ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ച് അത് ചെറിയൊരു കാര്യമല്ല. ഇതുവരെ കണ്ടിട്ടുള്ള ഹൊറർ ചിത്രങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ലെവലൊരു സാധനം ക്രിയേറ്റ് ചെയ്യാം. 1-2 പോയിന്റുകൾ അത് ഫീൽ ചെയ്തായിരുന്നു. ശരിക്കും അത് റിസർച്ച് ചെയ്തായിരുന്നോ? നമ്മൾ റിസർച്ചിനുപരി എൻ്റെ ഏറ്റവും വലിയ റിസർച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ 90s സിനിമകൾ തന്നെയായിരുന്നു. ഞാനിപ്പോൾ കാസ്റ്റിനോട് എപ്പോഴും പറയും, ഇവർക്ക് എപ്പോഴും ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പാറ്റേൺ പിടിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഈ സിനിമകൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഡ്രൈവ്. അപ്പോൾ ഈ 90s ലേറ്റ് 80s ഉണ്ടായിരുന്ന സിനിമകൾ അതിനെ നമുക്കൊന്ന് ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സിനിമയുടെ ഒരു എസ്തെറ്റിക്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം. നമുക്ക് 1-2 സീൻസ് വേണ്ടി വന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്ന് കൺവിൻസ് ആവാനായിട്ട്. അതായത് ശരിയാണ്, ഇതിനൊരു പ്രത്യേക കിക്കുണ്ട്. എല്ലാ തവണയും നമ്മൾ ഈ എന്താ പറയുക ഇന്റർനാഷണൽ ക്വാളിറ്റിക്ക് പകരം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ നാടൻ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ മെയിൻലി ഈ സിനിമയിലൂടെ ഫോക്കസ് ചെയ്ത് അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ റിസർച്ച്. ആ ഒരു നാടൻ ചേരുവകൾ വെച്ചിട്ട് ഒരു നാടൻ പരിപാടി. That's all about this film. പിന്നെ സുമതി വളവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു നിമിഷം അതൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഉണ്ട്. അഭിലാഷേട്ടാ, നമ്മുടെ സിനിമ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം നമ്മുടെ പ്രീവിയസ് ഇൻ്റർവ്യൂസിൽ നമ്മൾ സോളിഡായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് ബേസ്ഡ് ഓൺ നോട്ട് എ ട്രൂ ഇവൻറ്റ്സ്, ഇറ്റ്സ് ഇൻസ്പയർഡ് ഫ്രം ദ ട്രൂ ഇവൻറ്റ്സ്. സുമതി വളവിൽ ഉണ്ടായ ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ ടോട്ടലി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരിക്കലും സുമതി വളവ് എന്നുള്ള ഒറിജിനൽ സ്റ്റോറി അല്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സുമതിനെ ഞാനും വിഷ്ണുവും ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതാണ്, ശരിക്കും സുമതികളെന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതികളുടെ കഥയാന്ന് കറിയിട്ടായിരിക്കും അത് പറയുന്നത്. ഞങ്ങളെല്ലാ ഇൻ്റർവ്യൂകളിലും ഞങ്ങളെല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ആ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ, സുമതി വളവ്, അതുകൊണ്ടാണ് ആ പേരെടുത്തത്. ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുമൂടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് പുല ബന്ധം പോലും ഇല്ല കേട്ടോ. ആ വളവിന് ആ പേരും അവിടെ നമുക്കെല്ലാ ഇപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അത് ഈ സുമതി വളവ് കേട്ടതുകൊണ്ട്, ഈ പറയുന്ന പൂജാരി വളവ് കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പലതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ഈവൻറ്റ്സ് ആണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട പല സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ട് ആ കമന്റിട്ട ആളെ അവരെ കുറ്റം പറഞ്ഞല്ല, പുള്ളിയുടെ ചിന്തയിലോ ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതി വളവിൻ്റെ കഥയല്ല, ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൺ സ്റ്റോറി. ആ സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചത് മാത്രമേ ഉള്ളൂ. എഴുതുമ്പോ എന്ത് പണം അങ്ങനെയല്ല. എൻ്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചു 10-ാം വളവിന്റെ സെക്കൻഡ് പാർട്ടാണോ സുമതി വളവെന്നൊക്കെ. അങ്ങനെയല്ല, ആ പേര് ക്യാച്ച് ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങൾ 2019 അർജുനോട് കഥ പറയുമ്പോൾ ഇതേ പേര് തന്നെയാണ്. അപ്പൊ ചില പേരുകൾ അങ്ങനെയാണ്. ഇപ്പം മാളികപ്പുറം എന്നുള്ളൊരു പേര് ഞങ്ങളുടെ അടുത്ത് പലരും ആ പേര് മാറ്റണമെന്ന് പറഞ്ഞാണ്. സിനിമ റിലീസിന് അനൗൺസ് ചെയ്തതിനു ശേഷം പല ആളുകളും വിളിച്ചിട്ട് ആ പേരിടരുത്, ആ പേര് വലിയ പ്രശ്നമാണ്, മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിഷ്ണു ഞങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എന്ന് വെച്ചാൽ ആ കഥയ്ക്ക് ആ പേരിൽ അത് മറ്റൊരു പേര് ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പേര് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അപ്പം ഈ കഥയ്ക്ക് അതുപോലെ തന്നെയാണ്. സുമതിയോളം എന്നുള്ള പേരല്ലാതെ മറ്റൊരു പേര് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെയാണ് വിളിച്ചത്. ഇഷ്ടംപോലെ ആളുകളുണ്ട്, എന്തിനാ എന്നെ തന്നെ ഈ ടാർഗറ്റ് ചെയ്ത് ചോദിക്കുന്നത്, എന്നിട്ട് പറയും എൻ്റെ അടുത്ത് എൻ്റെ പേര് വരുന്നുണ്ട്. കുഴപ്പമില്ല, പറ, ചോദിക്കും. ഒരു പേര് ബ്രാൻഡ് ആവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ഇപ്പൊ അഭിലാഷ് പിള്ള എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു ഫൈൻ റൈറ്റേഴ്സിൽ ഒരാളാണ്. അപ്പം അതൊരു ബ്രാൻഡാണ്. അത് എന്താ പറയുക, 150 രൂപ ടിക്കറ്റ് എടുത്താൽ വെർത്താണ് എന്നൊരു ഇതുണ്ട്.
അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടുനടന്ന വലിയൊരു പാഷനാണ് സിനിമ. ഞാൻ 2013 സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ജോലി വിടുമ്പോഴും എൻ്റെ മുന്നിൽ ബ്ലാങ്ക് ആണ്. പക്ഷെ ഒരേ ഒരു ലക്ഷ്യം, ഒരു ദിവസം ഞാൻ ഈ സിനിമയിൽ എത്തുമെന്നുള്ള അതേ ഒരു പാഷൻ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് 2013 തുടങ്ങിയ എൻ്റെ യാത്ര 2022 എൻ്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത്. അപ്പോൾ ആ 10 വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പറയാറുണ്ട്, അപ്പോൾ ഇയാൾ ഭയങ്കര ഷോ ആണല്ലോ, അവിടെ ചെന്ന് ഇയാളുടെ PR ആണോ? അതാ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിയുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം. അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിച്ചോട്ടെ. ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാർ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എൻ്റെ കഥ എടുക്കാൻ തയ്യാറായിരിക്കുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഇത്രയും പേരോടുള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക, അതിൻ്റെ ബലം തന്നെയാണ്. തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അത് അവർക്ക് വേണ്ടി കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യും. നമ്മുടെ കഥയിലെ, നമ്മുടെ സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദ വില്ലൻ മിസ്റ്റർ ശ്രാവൺ. അതെ, നമ്മുടെ നടൻ മുകേഷ് ഏട്ടൻ്റെ മകനാണ്. സരിത ചേച്ചി മകനാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭദ്രനാണ് ഈ പടത്തിൽ മെയിൻ വില്ലനാണ്. സോ താങ്ക് അഭിലാഷ് ഏട്ടൻ, വിഷ്ണു ആൻഡ് ദ ക്രൂ. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പടം കണ്ടോ? കണ്ടല്ലേ? ആ ഭദ്രൻ ഞാനാണ്. എല്ലാവരുടെ ഫീഡ്ബാക്ക് വേണം. ഓൺലൈൻ ഇന്റർവ്യൂ അല്ല, മീഡിയ. താങ്ക് യു. അഭിലാഷങ്ങളുടെ 6ാമത്തെ ചിത്രമാണെന്ന് പറയാം. അപ്പൊ ആ ഒരു ബോണ്ടും ആ ഒരു വേവ് ഉണ്ട്. അതായത് നമ്മളിപ്പോ എന്ത് ചിന്തിക്കും, നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാൾ എന്ത് ചിന്തിക്കും എന്ന് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അപ്പൊ ഇങ്ങനൊരു സബ്ജക്ട് കേൾക്കുന്ന സമയത്തും ഇപ്പൊ ഇങ്ങനൊരു മ്യൂസിക്, അതായത് ഒരു ഹൊറർ സിനിമയില് മ്യൂസിക്കിനും BGM-നും ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അഭിനയം പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതിന്റെ മ്യൂസിക്കും BGM. അപ്പൊ ഇങ്ങനത്തെ സിനിമകൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇതിന്റെ പാട്ടുകൾ ഓൾറെഡി ട്രെൻഡിങ്ങിലാണ്. അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സിനിമയ്ക്ക് ചെയ്യാനായിട്ട്? അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഡൈനാമിക്സ് എപ്പോഴും എനിക്ക് കാണാൻ പാടമാണ്. കടാവർ തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഓരോ സിനിമ ഓരോന്നാണെങ്കിലും അവന്റെ ചിന്താരീതിയും അല്ലെങ്കിൽ അഭിലാഷ് എക്സ്പെക്ട് ചെയ്യുന്ന മ്യൂസിക് എന്താണെന്ന് എനിക്ക് പലപ്പോഴും അറിയാൻ പറ്റാറുണ്ട്. അത് എല്ലാ സിനിമകളിലും ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുമതി വളവ് എന്നോട് വിഷ്ണുവും അഭിലാഷും കൂടെ നമ്മുടെ ഒരു അഭിലാഷിന്റെ എൻ്റെ ആ സമയത്ത് ജോസഫ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സിനിമ നടക്കുന്നതിനൊക്കെ മുന്നേ എന്നോട് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട് 2019. വിഷ്ണുവും അഭിയും കൂടെയാണ് ഞങ്ങൾ ടോണിക്കോ കഫേയിൽ ഇരുന്നിട്ട് ആദ്യമായിട്ട് സുമതി വളവിനെ പറ്റി സംസാരിക്കുന്നത്. ആ സമയത്ത് സുമതി വളവ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഒരു കുഞ്ഞിരാമായണം ഒക്കെ കാണുന്ന പോലെ കേൾക്കുന്ന പോലെയുള്ള വൈബിലുള്ള സിനിമ മാത്രമായിരുന്നു സുമതി വളവ്. പക്ഷെ അത് ചിന്തിച്ചുകൊണ്ട് ഇരുന്ന എനിക്ക് പെട്ടെന്ന് വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഇതിൻ്റെ ഒരു ക്യാൻവാസ് മാറിയത്. സുമതി വളവിൻ്റെ അപ്രോച്ചും സ്റ്റൈലും അതിൻ്റെ വ്യാപ്തിയും എല്ലാം മാറിയത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അത് മാളികപ്പുറം കഴിഞ്ഞതും കൂടെ കൊണ്ട് എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം എനിക്കും ഒരു മാസ് BGM-ഉം കാര്യങ്ങളും കുറച്ച് കൂടുതൽ ഹെവി ആയിട്ടുള്ള മ്യൂസിക്, ബട്ട് ഇൻ ദാറ്റ് ക്വാളിറ്റി. നമ്മൾ ചുമ്മാ അലക്കലല്ല, ആ ഹെവിനെസ്സിലൊരു ക്വാളിറ്റിയും ഡെഫിനേഷനും ഉണ്ടാവണം എന്നാണ് ഞാൻ മ്യൂസിക്കിൽ ആഗ്രഹിക്കാറ്. അത് മാളികപ്പുറത്തിൽ ഒരു പരിധിവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷണം നടത്തിയത് കൊണ്ട് എനിക്ക് ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ സുമതി വളവ് കൺസീവ് ചെയ്യാനായിട്ട്. അതാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അഭിയായിട്ടുള്ള ബോണ്ടിങ് അങ്ങനെ വിഷ്ണു മാളികപ്പുറത്തിൽ അവന് ഏതൊക്കെ സംഗീതമാണ് ഇഷ്ടത്തെ എനിക്ക് പഠിച്ചതാണ് അതിൽ കൂടെ. അതുകൊണ്ട് വിഷ്ണു എക്സ്പെക്ട് ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അതിനെക്കാട്ടിലും ഉപരി ഇവർ രണ്ടുപേരുടെ ഇഷ്ടത്തിനേക്കാളും ഉപരി ഇവർ രണ്ടുപേരും എന്നെ അങ്ങോട്ട് വന്ന് ശല്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമകളുടെയും ഞാൻ കാണുന്നൊരു പ്രത്യേകത. മാളികപ്പുറത്തിലും രണ്ടുപേരും എന്നെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. സുമതി വളവിലും ഇടയ്ക്ക് വന്ന് കാണുന്നല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നല്ലാതെ വേറെ എന്നെ ഈ തോക്ക് ചൂണ്ടി നിർത്തിക്കൊണ്ട് പണിയെടുപ്പിച്ചൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് സിനിമയുടെയും മ്യൂസിക് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക്
എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സിനിമയിൽ എന്നെ ആദ്യം വിളിക്കുന്ന ഹൈദരൊക്കെയാണ് ഉച്ചയ്ക്ക്. മ്യൂസിക് തന്നെയാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഇതിന് മുമ്പ് താങ്കൾ പക്ഷെ എനിക്കിതിൽ ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നുന്നു. നല്ല രീതിക്ക് നമ്മുടെ ആ സിനിമ നമുക്ക് ഹൊററിലേക്ക് ആണെങ്കിൽ ഹൊറർ, കോമഡിയിലേക്കാണെങ്കിൽ കോമഡി, ഓരോ ഇതിലും പല രീതിക്കാണ് ഇത്. അതിപ്പോൾ ഇദ്ദേഹം ചോദിച്ച പോലെ തന്നെ എൻ്റെ മറുപടിയും കറക്റ്റാണ്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള കോമ്പോ എപ്പോഴും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. ഈ മ്യൂസിക് ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഏതിലായിരുന്നു? ഇതിൽ ഫ്ലെക്സിബിലിറ്റി കാണിക്കുക എന്നുള്ളതാണ് ഹൈദരക്ക. അതായത് ഈ പറഞ്ഞ പോലെ എല്ലാ പരിപാടികളും ഈ സിനിമയിൽ മിന്നി മറിഞ്ഞു പോകുന്നു. പക്ഷേ ഈ ചാട്ടം അറിയിക്കാനും പാടില്ല. തമാശയിൽ നിന്നും പെട്ടെന്ന് ജംപ് സ്കെയറിങ് കഴിഞ്ഞു അടുത്ത അങ്ങനെ തമാശയിലേക്ക് പോയി അപ്പോഴേക്കും ഒരു ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ടാവും, ഫാമിലി ഡ്രാമ വന്നു. അതാണ് ഈ സിനിമ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മ്യൂസിക്കലി ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് ചാടി എന്ന് ഫീൽ ചെയ്യിപ്പിക്കാതെ ആ ഫ്ലോയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. അടുത്ത സീൻ എന്താ, അല്ലെങ്കിൽ അടുത്ത റീലിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, ആ ഡൈനാമിക്സ് 95% ആണെങ്കിൽ ഇവിടെ 70-75 ഒതുക്കുക എന്നുള്ളൊരു ഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്യലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഒരു അധ്വാനം. മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ സിനിമയുടെ ഫ്രീക്വൻസി എത്രമാത്രം, ഏറ്റക്കുറച്ചിലുകൾ എത്രമാത്രമാണ് കണ്ടുപിടിച്ച് ചാടിയിട്ടില്ല എന്ന് ഉറപ്പിക്കുക എന്ന് പറയൂലേ. പെട്ടെന്ന് ഒരു ഫൺ മ്യൂസിക് വന്നു, പെട്ടെന്ന് തമാശയിലേക്ക് പോയി, പെട്ടെന്ന് റൊമാൻസിലേക്ക് പോയി എന്ന് ഫീൽ ചെയ്യിപ്പിക്കരുത്. എന്നാൽ ഇവിടേക്കൊക്കെ പോകും വേണം വിത്തിൻ സെക്കൻഡ്സ്. അതാണ് അതിൻ്റെ ഒരു ചലഞ്ചായിട്ട് ഈ സിനിമയിലുള്ള ചലഞ്ച്. അത് കൃത്യമായിട്ട് തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. എനിക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ സിനിമയിൽ എൻ്റെ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യം തേടി പോകുന്ന ഒരു യാത്രയുണ്ട്. അത് സിനിമയിൽ കണ്ടവർക്കറിയാം. അവിടെയുള്ള നിങ്ങളുടെ കുറെ സംഭവങ്ങളുണ്ട്. അത് ഈ പറഞ്ഞാൽ ഇപ്പൊ ഈ മ്യൂസിക് പോലെ തന്നെയാണ്, അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ആ മ്യൂസിക്കിൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിനയത്തിൽ ചേഞ്ച് ആവുന്നു. അത് എങ്ങനെയായിരുന്നു അവിടെ എക്സ്പീരിയൻസ് ചെയ്തത് ആ സമയത്ത്? എക്സ്പീരിയൻസ് ഏകദേശം അത് ബൈ ദി എൻഡ് ഓഫ് ദ മൂവിയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും നല്ല രീതിയിൽ സിങ്കായി. പിന്നെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. താങ്ക് യു. നമുക്ക് തുടക്കം വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ ചില പരിപാടികൾ ഷൂട്ട് ചെയ്യണപ്പോൾ നമുക്ക് ഡൗട്ടായി. ഇത് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ വിഷ്ണുചേട്ടൻ പറഞ്ഞടാ, ഞാൻ ഇങ്ങനെ കാണിക്കാനാണ് ഈ പടം എനിക്ക് താല്പര്യം, ഇങ്ങനത്തെ രീതിയിലാണ് ഈ പടം ഞാൻ കൺവേ ചെയ്തേക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങി പടം. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡെലിവറി ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പൊ ഈ ആ സീക്വൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പീക്ക് പോണ ഒരു മൊമെന്റ് ആണ് എല്ലാവരുടെയും. കാരണം നമ്മളല്ലാതാകുന്ന ഒരു മൊമെന്റ് ആണ്. എന്തൊക്കെ അടിച്ചെന്ന് പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഔട്ട് കൊടുക്കുക, പിന്നെയുള്ള വിഷമം പുറത്തടിക്കുക. പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അടിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി പുറത്തുവരില്ല. അപ്പൊ ഇതിനൊക്കെ ലൈഫിൽ ഉണ്ടായ പരിപാടികളുണ്ട്, എല്ലാം കൂടി ചേർത്ത് വെച്ചൊരു ചെറിയ പൊടിയൊക്കെ വിളിച്ച്. അപ്പൊ അതിലേക്ക് ഇഷ്ടം പറയുന്നുണ്ട്. പിന്നെ ബാലുചേട്ടന്റെ സിദ്ധിയുടെ കൂടെ അഭിനയിക്കണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അഴിഞ്ഞാടിയാൽ മതിയല്ലോ. അല്ല, അഴിഞ്ഞാട്ടൊന്നും ആയിരുന്നില്ല. എന്നാലും ഈ സിനിമ ക്യാരക്ടേഴ്സിന് അത്യാവശ്യം അതിന്റെ രീതി. അല്ല, അവിടെയാണ് എനിക്ക് ഏറ്റവും നിങ്ങളുടെ കാസറ്റ് കടയിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിലൊക്കെ വേറിട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. അതാണ് ഞാൻ എടുത്തു ചോദിക്കാനുള്ള ഒരു സംഭവം. അവിടെ പല ഡയലോഗുകൾ വരുന്നുണ്ട് അല്ലെ, പല ഡയലോഗുകളും പല എക്സ്പ്രഷൻ വരുന്നു. അതില് സിദ്ധുവിന്റെ കുറെ ഡയലോഗുകൾ വരുന്നു. അങ്ങനെ നിങ്ങൾ ആ ഗ്യാങ് ഉണ്ടല്ലോ, അപ്പഴാണെങ്കിൽ വലിയ ബ്രേക്ക് ഡാൻസ്. ശരിക്കും അത് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. വിഷ്ണു നമ്മുടെ ഒന്ന് പറയുന്നത്, നിങ്ങൾ മറ്റേ ഇത് അഴിച്ചു വിട്ടേക്കുന്ന പോലെയാണ്. നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞ പോലെ പ്രേതത്തിന് നിങ്ങൾക്ക് പേടിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ശിവന്റെ ഒരു ഡാൻസ് വരെ ഉണ്ട് അവിടെ. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചായിരുന്നു. നമ്മള് അതിനു മുമ്പ് പല സിനിമയില് പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, പക്ഷെ അതെല്ലാം ഇപ്പൊ നമ്മൾ ചോദിച്ചതിന് മുമ്പല്ലേ വേറെ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കണം. അതൊന്നല്ല, ഈ സീനില് നിങ്ങൾ മറ്റേ എല്ലാം പൊട്ടിച്ച് ഒന്നും പേടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജയിച്ചാണ്, അടിച്ചതാണ്. ചെമ്പച്ചേട്ടൻ ധൈര്യമുണ്ട്. വീണ്ടും വീണ്ടും താങ്കൾ സിനിമയില് വലിയ വലിയ റോളുകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ താങ്കളെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരാളായിട്ടല്ല കാണാൻ പറ്റുന്നത്. വളരെ വേറെ രീതിക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ പ്രേക്ഷകർ കണ്ടിട്ട് അവർ അതിൽ ആ പ്രതീക്ഷ രീതിക്കൊക്കെ അപ്പുറത്തേക്ക് താങ്കൾ തന്നിട്ടുണ്ട് ഈ സിനിമ.
തന്നിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. തന്നിട്ടുണ്ടെന്നാണോ? ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണിക്ക് ശേഷം ചെയ്ത സിനിമയാണ്. ഞാൻ പണി കഴിഞ്ഞ് തിരിച്ച് UK പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും മുള്ളിച്ചേട്ടനും അഭിലാഷും വിഷ്ണുവിടെ വന്ന് ഇത് പറയുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഇത് വേറൊരു ഗുരുകുലമായിരുന്നു. ഞാൻ ജോജി ജോർജിൻ്റെ കൂടെ പണിയെന്ന പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്ത് അത് കണ്ട സിനിമ എടുക്കുന്ന രീതി പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എല്ലാ സിനിമകളും വ്യത്യാസമാണ്. ഞാൻ അതുപോലെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. ശങ്കർ സാറ്, വിഷ്ണു, അഭിലാഷ് കഥ എഴുതുന്ന സ്വാതന്ത്ര്യം, പിന്നെ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് അർജുൻ, ബാലു, സിദ്ധു, ഞങ്ങൾക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് സുമതി. അതുപോലെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. നൈറ്റ് ഷൂട്ടുകളും കാടിനകത്തുള്ള ഷൂട്ടുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം സിനിമയിൽ വിഷ്വലി നല്ല നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. അതെല്ലാം ഇദ്ദേഹം ഒപ്പിയ നല്ല ഫ്രെയിംസുകൾ ഭയങ്കര രസമായിട്ട്. കാരണം നൈറ്റ് ഷൂട്ടുകൾ സിനിമയിൽ ഫുൾ ത്രൂ ഔട്ട് നൈറ്റാണ് മജോറിറ്റി ഈ സുമതി വളവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം അതിനെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കർ സാറിന് ഗ്രേറ്റ് താങ്ക്സ്. നന്നായിട്ട് അദ്ദേഹം അത് ചെയ്തു. അതുപോലെ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിനോടും അതിഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ താങ്ക് യു സോ മച്ച്. പണി 2 അനൗൺസ് ചെയ്തായിരുന്നല്ലോ. അപ്പം അത് ആ പണിയിലെ ഗംഭീര കഥാപാത്രമായിരുന്നു. ആളുകൾ ഇപ്പോഴും റീൽസിലൂടെ കാണുന്നുണ്ട്. പണി 2 വരുമ്പോൾ അതുപോലത്തെ ഗംഭീര കഥാപാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെ കുഴപ്പമില്ല. ഞാനും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ജോജു വിളിക്കണം. അല്ല, അദ്ദേഹം അതിന്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം വേറെ സിനിമയുടെ ഷൂട്ടിങ്ങും തിരക്കുമൊക്കെയാണ്. പണി 2 അടുത്ത വർഷത്തേക്ക് എന്നാണ് ജോജു പറഞ്ഞിരിക്കുന്നത്. ഞാനത് കൊണ്ടുവന്നോ എൻ്റെ ക്യാരക്ടർ ഒന്നും ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കഥയുടെ ത്രെഡും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായൊരു സബ്ജക്റ്റ് തന്നെയായിരിക്കും. അർജുനേട്ടാ പറഞ്ഞത് വെച്ചിട്ട് എല്ലാവർക്കും അർജുനേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. ഇപ്പൊ ഒരു സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസിയേഷൻ. അപ്പം ഈ കഥ കേൾക്കുമ്പോൾ ഒരു ഹൊററാണ്, ഒരേ സമയം കോമഡിയാണ്. അപ്പൊ ആ കഥാപാത്രം അവസാനം വരെ എന്താ നമ്മൾ സ്ഥിരം കണ്ടിരുന്ന ഒരു നായകനെ പോലെ ആദ്യം ഒരു പേടിത്തൊണ്ടരാണെങ്കിൽ പിന്നെ അവസാനം ധൈര്യം, അങ്ങനെ ഒരു കഥാപാത്രമല്ല. എങ്ങനെയാണോ അതിന്റെ അവസാനം വരെ അങ്ങനെ ഒരു ലെവലിൽ തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത്. അതാണോ ഈ ക്യാരക്ടറിലേക്ക് ഓക്കെ ഉള്ളൊരു റീസൺ? കുക്ക് ചെയ്യാൻ മേജർ റീസൺ ഒന്നാമത് സുമതി വളവ് എന്നുള്ള വളവിന്റെ പരിപാടികളും, പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മൾ ഒരു ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ക്രിയേറ്റ് ചെയ്തതാണ് കല്ലേരി എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രാമത്തിലെ ആൾക്കാർ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഇരുട്ടിയാൽ പിന്നെ പുറത്തിറങ്ങൂല. എല്ലാവർക്കും ആ നാട്ടിൽ പേടിയാണ്. അത്രയും പേടിയുള്ള നാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ പരിപാടികൾ വന്നപ്പോഴും പിന്നെ ടൈപ്പ് ഓഫ് പേടിപ്പിക്കല്, പുതിയ പരിപാടികൾ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ യക്ഷീനെ പറയാൻ പറ്റും. നമ്മൾ യക്ഷീനായിട്ട് കാണിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് കേട്ടപ്പോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. പിന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞു, ഡിസ്കഷന്റെ ഇടയിലൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നതോറും നമുക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പേടിത്തൂറൻ ക്യാരക്ടർ ജീവിതത്തിൽ കുറച്ച് പേടിയുണ്ടെങ്കിലും സിനിമയില് കുറച്ച് കൂടുതൽ അഭിനയിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഗംഭീരമാണ്. എങ്കിലും എനിക്ക് ശിവതയുടെ അടുത്തൊരു ചോദ്യം. ശിവത എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായി ചെയ്യുന്നു. ശിവതയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ചെയ്തത്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഒരു സീൻ, എനിക്ക് സീൻ പറയാൻ പറ്റില്ല. ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് അത് ക്യാമറാമാൻ്റെ ഒരു കഴിവും ആ ഒരു കാലിൻ്റെ ഒരു എക്സ്പ്രഷനും അത് ഒപ്പിയെടുത്തത് ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശിവതയുടെ അടുത്ത്. ബാക്കി എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അതില്ലാതെ അതൊരു എത്രമാത്രം റിസ്ക് ഉണ്ടായിരുന്നു ആ ഒരു വേഷം. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് കഥ പറയുമ്പോൾ ശരി, ഈ ഒരു ഇന്റർവെലിന്റെ പോർഷൻ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സീക്വൻസ് ആണ് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞപ്പോഴും ശരി. അപ്പം അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചത്. അത് കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിചാരിക്കണം. അതിലപ്പുറം ശങ്കർ സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും കേട്ടോ, എല്ലാവരും കൂടെ ചെയ്ത്. കാരണം എന്നെ എടുത്ത് പൊക്കിയൊക്കെ വാനിൻ്റെ ഉള്ളിലേക്ക് കേട്ടിട്ട് വന്നു.
അപ്പൊ എല്ലാവരും ഭയങ്കര, പ്രത്യേകിച്ചും ആ കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ അതിനകത്ത്, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ആ സമയത്തൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ മേ ബി ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കാരണമായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ സാധിച്ചത്. അത് ശിവദാസി ഷൂട്ട് ഞങ്ങൾ മറയൂരാണ്. മറയൂർ ഷൂട്ട് ചെയ്യുമ്പം അത് ശരിക്കും അങ്ങോട്ട് ആളുകൾക്ക് അധികം പോകാൻ പറ്റുന്നത്, വണ്ടികളൊന്നും പോകാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കുള്ള വഴി വെട്ടിയിട്ടാണ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ചെന്നൈയിലെ ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഒപ്പം ശിവദയ്ക്ക് ഡ്യൂപ്പ് ചെയ്യാൻ വേണ്ടി വന്ന അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ലേഡി. പക്ഷെ ആ ലൊക്കേഷൻ കണ്ട് ആ സീക്വൻസിൻ്റെ കുറച്ച് അപകടം പിടിച്ചൊരു സീക്വൻസ് ആണ്. അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയപ്പം ആ ഷൂട്ടിങ് മുടങ്ങുമെന്നൊരവസ്ഥയിൽ സാരമില്ലാതെ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആളാണ് ശിവദ. അപ്പോൾ തീർച്ചയായിട്ടും ശിവദയ്ക്ക് ഒരു വലിയ കയ്യടി ആ തിയേറ്ററിൽ കിട്ടി. ആ തിയേറ്ററിൽ ഇന്ന് രാവിലെ അതിലുള്ള ഷോസിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിലൊക്കെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പടത്തിൽ എല്ലാ നായകന്മാരും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു ഫിസിക്കൽ ചലഞ്ചും കൂടെ എടുത്തത് ശിവദയാണ്. സോ താങ്ക് യു ശിവദ ഫോർ ദിസ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഇത്ര നേരം എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും വളരെയധികമുള്ള സഹകരണം രാവിലെ മുതൽ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങൾ മുതൽ സിറ്റിയിലെ വരെ എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ സുമതി വളവ് മഞ്ഞ കളറിലേക്ക് മാറി ഫാസ്റ്റ് വില്ലേജിലേക്കും അതുപോലെ തന്നെ ഹൗസ്ഫുൾ ഷോകളിലേക്കും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ്. നേരത്തെ നമ്മൾ ഓരോരുത്തരും സൂചിപ്പിച്ചതുപോലെ സിനിമയെ വിജയിപ്പിക്കാൻ യഥാർത്ഥ പ്രേക്ഷകർ, യഥാർത്ഥ ഫാമിലി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മുടെ ടീമും ഇനി തിയേറ്ററുകളിലേക്ക് അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. ആ യാത്രയിലും ആ ഉദ്യമത്തിലും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഈ സിനിമ തുടങ്ങിയത് മുതൽ ഈ ടീമിനോടൊപ്പം. സോ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും കൂടെ കാണണം. ഒരു കാര്യമുണ്ട്, കാരണം ഈ നിങ്ങളെല്ലാം മുഖം നമ്മൾ മിക്ക ദിവസം കാണുന്നതാണ്. നിങ്ങളെ എല്ലാ സിനിമകളിലും നമ്മളിവിടെ നിൽക്കുന്നവരാണ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ജനങ്ങളെയൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കറിയാം എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെ റിക്വസ്റ്റായിട്ട് പറയുകയാണ്, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. കാരണം തീർച്ചയായിട്ടും ഇത് ഫാമിലി എന്ന് പറയുന്നത് ഒരിക്കലും റിവ്യൂസ് കണ്ടുവരുന്ന ആളുകളല്ല. അവർ എപ്പോഴും മൗത്ത് പബ്ലിസിറ്റിയിലാണ് സിനിമ അറിയുന്നത്. അപ്പോൾ ഒരു പരിധി വരെ അതിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കൂടെ നിൽക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും പോകുന്ന തിയേറ്റർ വിസിറ്റുകളിലൊക്കെ തന്നെ ഞങ്ങളൊപ്പം നിങ്ങൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ എവിടെയൊക്കെ പോകുന്നുള്ളതൊക്കെ ഞങ്ങളുടെ PR ടീംസ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യും. ഓക്കെ. ചോദ്യം കൂടെ, കാരണം അഭിലാഷിന്റെ ഒരു അഭിമുഖത്തെ കുറച്ച് നാൾ ബാക്കിൽ നിന്ന് കാണാതിരുന്ന നായികയെ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. നായികയുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കൃത്യമായി കൊണ്ടുവന്നു. അതായത് കുറച്ച് നാളെ ഫീൽഡില്ലാത്തവരെ മുമ്പിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം നമ്മൾ സിനിമ എന്ന് പറയുന്നത് പുതുമകൾ വരുമ്പോൾ പഴമയെ മറക്കുന്ന ഒരു ശീലം സിനിമയ്ക്കുണ്ട്, പല സിനിമകളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ശരിക്കും കഴിഞ്ഞ അമ്മയിലൊക്കെ ഉണ്ടായ ഒരു ഇഷ്യൂസ്, അതായത് പല ആർട്ടിസ്റ്റുകൾക്കും അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നില്ല, അവർ സൈഡായി പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനിയുള്ള ചേട്ടൻ്റെ സ്ക്രിപ്റ്റുകളിൽ ഇതുപോലെ വരാത്ത പഴയ ആളുകളെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ടോ? അങ്ങനെയല്ല, നമ്മൾ ഒരു കഥ എഴുതിയതിനു ശേഷം ആ കഥാപാത്രത്തിന് ആക്റ്റീവ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വിളിച്ച സംഗീത ചേച്ചി കുറേ നാളിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഇതിൽ ഈ പറയുന്ന ആർട്ടിസ്റ്റ് പേര് പറയുന്നില്ല, അവരെഴുതുന്നു. അതേപോലെ പുതിയ ആളുകളെയും ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഈ സിനിമയിൽ തന്നെ ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിൽ എല്ലാവരും ചോദിച്ചെങ്കിലും എടുത്തു പറയാതെ പോയൊരു പേരുണ്ട്, ശിവ വളവിലൊക്കെ പോയി കാണിച്ചത്. അപ്പം ശിവ, അതുപോലെ ജസ്നിയ, സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്ന ജസ്നിയ പടത്തിലൊരു അറിയാം ആ സീക്വൻസ് തന്നെ പടത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസ് ആണ്. അപ്പോൾ പുതിയ ആളുകളെയും ഇതേപോലെ നമ്മൾ കാണാൻ ഫൈസി എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങളെ ചാനലുകാരെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ട്രാഫിക് എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ് റീക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനും വിഷ്ണു ആ പയ്യനെ ഈ സിനിമയിലേക്ക് വെച്ചതും. അതൊരു മെയിൻ സീക്വൻസ് ആണ് സിനിമയുടെ. അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ ആൾക്ക് നമ്മൾ അവസരം കൊടുക്കും. അതേപോലെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മളൊപ്പം ലൈവായിട്ട് സിനിമയിലില്ലാത്ത നമ്മൾ ആഗ്രഹിച്ച് ചിലപ്പോൾ കണ്ട് നമ്മളിവിടെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കഥയിൽ എവിടെയെങ്കിലും ഒരു കഥാപാത്രം എഴുതാൻ ഞാൻ എൻ്റെ എല്ലാ കഥകളും ഞാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള സിനിമകളിലും തീർച്ചയായിട്ടും കാണും. താങ്ക് യു ഓൾ ദ മീഡിയ. കഴിഞ്ഞ വർഷം ഈ സമയമായിരുന്നു ശ്രീപദിന് ദേശീയ അവാർഡ് അനൗൺസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ഈ സമയം എന്താ ദേശീയ അവാർഡിനുള്ള സമയമാണ്. ദേശീയ അവാർഡ് കിട്ടുന്നവർക്കും എല്ലാവർക്കും സുമതിയുള്ള ടീമിന്റെ പേരിൽ ഞങ്ങൾ ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളോടൊപ്പം